നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പകർച്ചപ്പനിക്ക് പുറമെ ഭീതി വിതച്ച ഷിഗല്ല ബാക്ടീരിയയും ബാക്ടീരിയ ബാധിച്ച കോഴിക്കോടും മരണമെന്ന റിപ്പോർട്ട്. ഇറച്ചിക്കോഴി വിൽപ്പന മന്ത്രി ഐസകുമായി നടത്തിയ ചർച്ച പരാജയം. 87 രൂപയ്ക്ക് വിൽപ്പന നടത്താനാവില്ലെന്ന വ്യാപാരികൾ. തിങ്കളാഴ്ച മുതൽ കോഴിക്കച്ചവടക്കാരും സമരത്തിലേക്ക്. GST ചർച്ച പരാജയം. ചൊവ്വാഴ്ചത്തെ കടയടപ്പ് സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന വ്യാപാരികൾ. വാർത്തകളിലേക്ക് വിശദമായി. പകർച്ചപ്പനിക്ക് പുറമെ ഷിഗല്ല ബാക്ടീരിയ. കോഴിക്കോട് ഉൾപ്പെടെ ബാക്ടീരിയ മൂലം മരണം സംഭവിച്ചതായി റിപ്പോർട്ട്. ഷിഗല്ല വയറിളക്ക ബാക്ടീരിയ രോഗത്തിന്റെ ഭീതിയിലാണ് സംസ്ഥാനം. ഇതിനകം തന്നെ ബാക്ടീരിയ സംസ്ഥാനത്ത് നിരവധി പേരുടെ മരണത്തിന് കാരണമായെന്നാണ് അറിയുന്നത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് ഷിഗല്ല ബാക്ടീരിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഴ കനത്തതോടെ ബാക്ടീരിയ വ്യാപിക്കുന്നുണ്ട്. പലപ്പോഴും ഇത് സാധാരണ വയറിളക്കമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഷിഗല്ല ബാക്ടീരിയ കാരണം സംസ്ഥാനത്ത് പലർക്കും ജീവൻ നഷ്ടമായതോടെ ആരോഗ്യവകുപ്പ് കനത്ത ജാഗ്രതയിലാണ്. മലിനജലം ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നതാണ് ഷിഗല്ല വയറിളക്കത്തിന് കാരണമാകുന്നത്. ഷിഗല്ല വയറിളക്കത്തിനൊപ്പം പനിയും വരുന്നത് രോഗം മൂർച്ഛിക്കാനുള്ള കാരണമായി വിലയിരുത്തുന്നു. കൂടുതൽ കരണ്ട് തിന്നുന്ന ബാക്ടീരിയ എന്നാണ് ഷിഗല്ലയെ അറിയപ്പെടുന്നത്. മലത്തിനൊപ്പം രക്തവും പഴുപ്പും പുറത്തേക്ക് വന്ന രോഗം മാരകമാവുകയും ചെയ്തു. വയറിളക്കത്തിനു പുറമെ വയറുവേദനയും ഛർദിലും ശരീരത്തിന് ചൂട് കൂടുകയും ചെയ്യുന്നു. കുട്ടികളെയാണ് രോഗം കൂടുതലായും ബാധിക്കുന്നത്. രോഗമുണ്ടായാൽ ഒട്ടും വൈകാതെ തന്നെ ചികിത്സ തേടുക എന്നതാണ് പ്രധാന പരിഹാര മാർഗം. കൃത്യസമയത്ത് ചികിത്സ ആവശ്യമുള്ള രോഗമാണിത്. അല്ലാത്തപക്ഷം രോഗം തലച്ചോറിനെയും വൃക്കയെയും ബാധിക്കുമെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. കൂരാച്ചുണ്ട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിക്കെത്തിയത് ഒരു ഡോക്ടർ മാത്രം. രാവിലെ പരിശോധന ആരംഭിച്ച ഡോക്ടർ 3 മണിയോടെയാണ് ചികിത്സ അവസാനിപ്പിച്ചത്. 300ഓളം രോഗികൾ ചികിത്സ തേടി. കൂരാച്ചുണ്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഡ്യൂട്ടിക്ക് ഡോക്ടർമാരും ആവശ്യത്തിനുള്ള ജീവനക്കാരും എത്തുന്നതായി പരാതി. രാവിലെ പരിശോധന ആരംഭിച്ച ശേഷം ഡോക്ടർ 3 മണിയോടെയാണ് ചികിത്സ അവസാനിപ്പിച്ചത്. 300ഓളം രോഗികൾ ചികിത്സ തേടിയിരുന്നു. 2 ലാബ് ടെക്നീഷ്യന്മാരുള്ള ആശുപത്രിയിൽ ഒരാൾ പനി മൂലം അവധിയായിരുന്നു. ഒരു സ്റ്റാഫ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ലാബിൽ ഒരാൾ മാത്രമായതോടെ രാവിലെ രക്തപരിശോധനയ്ക്ക് എത്തിയ രോഗികൾ ഉച്ചയ്ക്കാണ് തിരിച്ചുപോയത്. പനി ബാധിച്ചെത്തിയ 5 രോഗികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള OPക്കായി ഡോക്ടർമാരെ നിയമിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിനെ സർക്കാർ ചുമതലപ്പെടുത്തി 10 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ലെന്നാണ് അറിയുന്നത്. കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പനിബാധിതർക്ക് മികച്ച ചികിത്സയ്ക്കായി ജില്ലാ കളക്ടർ ഇടപെട്ട് നിയമിച്ച ഡോക്ടർമാരെ പിൻവലിച്ചതോടെ CHSയിലെത്തുന്ന രോഗികൾ ദുരിതമനുഭവിക്കുകയാണ്. ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാണി നന്ദളത്ത് അറിയിച്ചു. ഇറച്ചിക്കോഴി വിൽപ്പന മന്ത്രി തോമസ് ഐസകുമായി നടത്തിയ ചർച്ച പരാജയം. 87 രൂപയ്ക്ക് വിൽപ്പന നടക്കില്ലെന്ന വ്യാപാരികൾ. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് 87 രൂപയ്ക്ക് ഇറച്ചിക്കോഴി വിൽക്കണമെന്ന ധനമന്ത്രിയുടെ നിർദ്ദേശം വ്യാപാരികൾ പാടെ തള്ളിക്കളഞ്ഞു. മന്ത്രിയുടെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് ഓൾ കേരള ചിക്കൻ ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഫാമുകളിൽ ഒരു കോഴിയുടെ ഉൽപാദന ചെലവ് തന്നെ 100 രൂപയോളം ആകുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കിലോയ്ക്ക് 120 രൂപ നൽകിയാണ് ഇറച്ചിക്കോഴികളെ വാങ്ങുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. സാഹചര്യം ഇതാണെന്നിരിക്കെ തിങ്കളാഴ്ച മുതൽ 1 കിലോ ഇറച്ചിക്കോഴിക്ക് 87 രൂപയ്ക്ക് വിൽക്കണമെന്ന ധനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിക്കാൻ സാധിക്കില്ലെന്നാണ് വ്യാപാരികളുടെ നിലപാട്. ഇതോടെ തിങ്കളാഴ്ച മുതൽ ഇറച്ചിക്കോഴി മേഖല പ്രതിസന്ധിയിലാകും. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. ധനമന്ത്രിയുടെ പ്രഖ്യാപനം. മലയോര മേഖലയിലെ കോഴിക്കച്ചവടക്കാരും സമരത്തിലേക്ക്. അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തി പ്രക്ഷോഭ പരിപാടികളടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് കോഴിക്കച്ചവടക്കാർ സമരത്തിനൊരുങ്ങുന്നത്. ഉൽപാദനക്കുറവ് കാരണം 140 രൂപ വരെ വിലയുണ്ടായിരുന്ന കോഴിവില ഉടൻ 87 രൂപയാക്കുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം കോഴി വ്യാപാര മേഖലയിൽ പ്രതിസന്ധിയുണ്ടാക്കിയെന്നാണ് ചിക്കൻ വർക്കേഴ്സ് യൂണിയൻ പറയുന്നത്. തീരുമാനത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തി പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് പേരാവൂർ മേഖല ചിക്കൻ വർക്കേഴ്സ് യൂണിയൻ STU കൺവെൻഷൻ അറിയിച്ചു. പേരാവൂർ റോബിൻസ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ ചെയർമാൻ സജീവൻ കേളകം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സത്താർ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ മാത്രമുള്ള ഒരു വെള്ളപൂശൽ നടപടി മാത്രമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കൊരു ചർച്ച, കാര്യമായ ഒരു ചർച്ചയും കാര്യമായിട്ടുള്ള ഒരു പ്രതിഷേധവും ഇതിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. കോഴി വിറ്റ് ജീവിക്കുന്നവരും ജീവനക്കാരാണ്. അവർക്കും അതിന് വേറെ ഒരു വരുമാനമോ
മറ്റുള്ള കാര്യങ്ങളോ ഗവൺമെന്റിന്റെ അലവൻസോ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇപ്പം മീൻ കച്ചവടക്കാർക്ക് 6 മാസക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് റേഷനറി കിട്ടുന്നുണ്ട്, മണ്ണെണ്ണ കിട്ടുന്നുണ്ട്, മറ്റുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഇവിടെ ഈ മേഖലകളിലാണ് എന്ത് ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്? GST ധനമന്ത്രിയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. GST നടപ്പാക്കുന്നത് 3 മാസത്തേക്ക് നിർത്തിവെക്കണമെന്നും അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട വ്യാപാരി നേതാക്കൾ ധനമന്ത്രി തോമസ് ഐസക്കുമായി ചർച്ച നടത്തിയെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ധനമന്ത്രി തയ്യാറായില്ല. ഇതേ തുടർന്ന് ചൊവ്വാഴ്ചത്തെ പണിമുടക്കിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യാപാരി നേതാക്കൾ അറിയിച്ചു. വേണ്ടത്ര പഠനമില്ലാതെ GST നടപ്പാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. GSTയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി തോമസ് ഐസക്കുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വ്യാപാരികൾ ചൊവ്വാഴ്ച നടത്താനിരുന്ന സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. സമരം പിൻവലിക്കാനുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ പ്രതികരിച്ചു. GST ഫയലിംഗിന് 3 മാസം കൂടി സമയം അനുവദിക്കണമെന്നും ഈ കാലയളവിൽ കടകളിൽ ലീഗൽ മെട്രോളജി വിഭാഗം പരിശോധന നടത്തരുതെന്നുമായിരുന്നു പ്രധാന ആവശ്യം. എന്നാൽ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ധാരണയായില്ല. ഇതേ തുടർന്നാണ് ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകാൻ നേതാക്കൾ തീരുമാനിച്ചത്. 87 രൂപയ്ക്ക് കോഴിയിറച്ചി വിൽക്കണമെന്നുള്ള സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച മുതൽ കോഴിക്കച്ചവടക്കാരും സമരത്തിലാണ്. ഭരത് PJ ആന്റണി ടെലിഫിലിം ദേശീയ അവാർഡ് ജേതാവ് ക്ലിൻ മനുവിന് പൌരസ്വീകരണം നൽകി. MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭരത് PJ ആന്റണി ടെലിഫിലിം ദേശീയ അവാർഡ് നേടിയ ക്ലിൻ മനുവിനാണ് ഓർക്കാട്ടേരി കമ്മ്യൂണിറ്റി ഹാളിൽ പൌരസ്വീകരണം ഒരുക്കിയത്. ചടങ്ങിൽ MK ഭാസ്കരൻ അധ്യക്ഷനായി. MV ശ്രേയാംസ് കുമാർ ഉപഹാര സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിച്ചു. സമയമെന്ന് പറയുന്നത് അത് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം കിട്ടുക എന്നുള്ളത് ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാനും വേണ്ടി മനസ്സിൽ സാധിച്ചു എന്നുള്ളതും എന്താണോ സംവിധായകന്റെ മനസ്സിലുള്ളത് അത് അതേവഴി ആ അഭിനേതാക്കളുടെ സമയത്തിലൂടെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പറയുകയുണ്ട് അവരുടെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണ്. മനയത്ത് ചന്ദ്രൻ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KT അബ്ദുറഹ്മാൻ, N ബാലകൃഷ്ണൻ മാസ്റ്റർ, സോമൻ മുതുവന, N വേണു, TK വാസു മാസ്റ്റർ, PP രാജൻ മാസ്റ്റർ, KK കൃഷ്ണൻ, PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, കൃഷ്ണൻ പുതിയടത്ത, E വാസു, KK മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. VK സന്തോഷ് കുമാർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വടകര. പയ്യോളി മേപ്പയൂർ റോഡ് തകർന്നു. ഇതോടെ ദുരിതത്തിലായത് കാൽനട യാത്രികരും ഇരുചക്ര വാഹന യാത്രികരും. റോഡിൽ അപകടം നിത്യസംഭവം. മഴ കനത്തതോടെ പയ്യോളി പേരാമ്പ്ര റൂട്ടിൽ കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ദുരിതമാവുന്നു. മേപ്പയൂർ പോലീസ് സ്റ്റേഷൻ മുതൽ പയ്യോളി അങ്ങാടി വരെയുള്ള റോഡാണ് ടാറിംഗ് നടക്കാത്തതിനാൽ കുണ്ടും കുഴിയുമായി തീർന്നത്. വെള്ളം കെട്ടിനിൽക്കുന്ന കുഴിയിൽ അപകടത്തിൽപ്പെടുന്നത് അധികവും ഇരുചക്ര വാഹനങ്ങളാണ്. പകലുള്ള അപകടങ്ങളെക്കാൾ കൂടുതൽ നടക്കുന്നത് രാത്രികാലങ്ങളിലാണെന്ന് സമീപവാസികൾ പറയുന്നു. പാച്ച് വർക്ക് ചെയ്ത റോഡ് ഗതാഗത യോഗ്യമാക്കാറുണ്ട്. അത് കൃത്യമായിട്ട് അധികാരികൾ ഏറ്റെടുത്ത് ചെയ്യുന്നില്ല. പല പ്രാവശ്യവും പല ഉന്നതഘട്ടങ്ങളിലും ബന്ധപ്പെട്ടിട്ട് ഈ റോഡ് റിപ്പയർ ചെയ്യാത്തൊരവസ്ഥ. ഇപ്പം മഴക്കാലം വന്നതോടുകൂടി ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡ് ഈ ഭാഗത്ത് തന്നെ 2 or 3 ആക്സിഡൻറ്റ്, വളരെ മേജർ ആക്സിഡൻറ്റ്. ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ് നടന്നിട്ട് ഒരു പയ്യൻ്റെ കണ്ണിന് പരിക്ക് പറ്റിയിട്ട് അത് അങ്കമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് 1.5 ലക്ഷത്തോളം ചിലവഴിച്ചതിന് ശേഷമാണ് അത് ഒരു ഇതിലേക്ക് ആ രോഗിക്കൊരു ശാന്തി കിട്ടിയത്. അപ്പോൾ അത്രയും വലിയ ആക്സിഡൻറ്റ്. ഒരു ദിവസം ഒരു ചെണ്ടക്കാരൻ ഇവിടെ രാത്രി അസമയത്ത് വന്ന് വീണിട്ട് ആരും രക്ഷിക്കുകയില്ല, ആരും അറിഞ്ഞില്ല. 9 മണിക്ക് അങ്ങനെ പിന്നീട് അയാൾ ഈ ചെണ്ട എടുക്കാൻ വേണ്ടി ആളെ അയച്ചപ്പോൾ ഈ ആക്സിഡൻ്റ് ആയി. അപ്പോൾ അത്രയും ആക്സിഡൻറ്റുകൾ ദൈനംദിനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ പരിഹാരവും ഇതിനില്ല. വെള്ളമൊഴുകുവാൻ കാനകളില്ലാത്തത് ഇരുവശവും ഇടിഞ്ഞ് റോഡിന്റെ വീതിയും കുറഞ്ഞു. ഇതുമൂലം രാത്രിയിലെത്തുന്ന വാഹനങ്ങൾ അപകടപ്പെടാനും കാരണമാവുന്നു. മഴയ്ക്ക് മുമ്പ് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് റോഡ് കുണ്ടും കുഴിയുമാകാൻ കാരണമായത്. PWD ടെൻഡർ നൽകിയെങ്കിലും കരാറുകാർ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥയും യാത്രക്കാരുടെ ദുരിതവും എന്ന് തീരുമെന്ന് നാട്ടുകാർ ആശങ്കയോടെ ചോദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മേപ്പയൂർ. കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റോഡിൽ ഉളിയിൽ ടൌണിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇന്നോവ കാർ ഇടിച്ച 4 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ കാർ യാത്രികരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മൈസൂരിൽ പോയി മടങ്ങിയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ 6 സംഘം സഞ്ചരിച്ച ഇന്നോവ കാർ നിർത്തിയിട്ട ലോറിക്ക് പിന്നിലിടിച്ചായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെ 4:30 ഇരിട്ടി മട്ടന്നൂർ റോഡിലെ ഉളിയിൽ ടൗണിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ കോഴിക്കോട് ചാലിയം സ്വദേശികളായ ആലിക്കോയ, ജലീൽ, മുഹമ്മദ് കാസിം, സുബൈർ എന്നിവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ കരാർ തൊഴിലാളികൾക്ക് 2 മാസമായി ശമ്പളം നൽകിയിട്ടില്ലെന്ന് പരാതി. 7 വർഷമായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് പുതിയ കരാറുടമ എത്തും വരെ കൃത്യമായി ശമ്പളം കിട്ടിയിരുന്നുവെന്ന് റെയിൽവേ ക്ലീനിംഗ് കരാർ തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ കരാർ തൊഴിലാളികൾക്ക് 2 മാസമായി ശമ്പളം കിട്ടിയില്ലെന്നാണ് പരാതി. 7 വർഷമായി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് പുതിയ കരാറുടമ എത്തുന്നതുവരെ കൃത്യമായി ശമ്പളം കിട്ടാറുണ്ടെന്നും റെയിൽവേ ക്ലീനിംഗ് കരാർ തൊഴിലാളികൾ പറയുന്നു. എന്നാൽ പുതിയ കരാറുടമ 30 തൊഴിലാളികളെ പിരിച്ചുവിടുകയും ബാക്കിയുള്ള 28 തൊഴിലാളികളെ അമിതമായി ജോലിയെടുക്കുകയും ചെയ്യുന്നുവെന്നും പരാതിയുണ്ട്. PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങളും നിർത്തലാക്കി. തൊഴിലാളികൾക്ക് വൃത്തിയാക്കാനാവശ്യമായ ഉപകരണങ്ങളൊന്നും കരാറുടമ നൽകുന്നില്ല. പക്ഷേ റെയിൽവേയുടെ കയ്യിൽ നിന്നും ഈ പേരിൽ പണം കൈപ്പറ്റുന്നതായും ആക്ഷേപമുണ്ട്. തൊഴിലാളികൾ പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണ വിധേയനായ ആൾക്ക് തന്നെ കരാർ പുതുക്കി നൽകാനാണ് നീക്കമെന്നും തൊഴിലാളികൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് കടത്തനാട്. കല്ലാച്ചി മാപ്പിള കലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഹമീദ് ഷർവാനിയുടെ അനുസ്മരണം നടന്നു. അനുസ്മരണ യോഗം CBM വാണിമേൽ ഉദ്ഘാടനം ചെയ്തു. മാപ്പിളപ്പാട്ടുകളുടെ ഗ്രന്ഥകാരനായ ഹമീദ് ഷർവാനിയുടെ അനുസ്മരണ യോഗമാണ് കല്ലാച്ചിയിൽ നടന്നത്. ചടങ്ങിൽ NK അഷറഫ് അധ്യക്ഷനായി. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ CBM വാണിമേൽ ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഇവരൊക്കെ നമ്മുടെ ഈ മണ്ണിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന വളർന്നു കഴിഞ്ഞാൽ വളരാൻ പോകുന്ന സാഹിത്യവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, ചില വ്യക്തികൾ നമുക്കിവിടെ ഉണ്ടാകുമ്പോൾ അവർ പലപ്പോഴും സ്മരിക്കപ്പെടുന്നത് അനുസ്മരണത്തിലൂടെയാണ്. അതിലേക്ക് മരണത്തിന് ശേഷമാണ്. അതൊരു കാലത്തിൻ്റെ ഒരു പ്രഹരമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ PK മരിച്ചു, അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള ഒരു അംഗീകാരം ലഭിച്ചില്ല. PK കണ്ടതെന്ന് പറയുമ്പോൾ യേശുദാസ് നവാസ് വാലേരി, കുന്നത് മൊയ്തു, നൌഷാദ് വടകര, ശിവദാസൻ കല്ലാച്ചി, സൂപ്പി തിരുവള്ളൂർ, TP മുഹമ്മദ്, TK അസ്ലം, K ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കല്ലാച്ചി. ചോറോട് അമൃതാനന്ദമയി ഭജന മഠത്തിൽ ഗുരുപൂർണിമ ആഘോഷം സംഘടിപ്പിച്ചു. ഗുരുപൂർണിമ ആഘോഷത്തിന്റെ ഭാഗമായാണ് സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി വടകര ചോറോട് മാതാ അമൃതാനന്ദമയി മഠത്തിൽ സർവൈശ്വര്യ പൂജയും ഭക്തിഗാന സുധയും നടന്നു. ഞായറാഴ്ച രാവിലെ 5:30 മുതൽ ആരംഭിച്ച പരിപാടി വൈകിട്ട് 6:30 മണി വരെ തുടർന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭാരതത്തിൽ അനാദിയായി ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുപരമ്പരയെ, ഋഷി പരമ്പരയെ ഇന്ന് നമ്മുടെ വർത്തമാനകാലത്തിലെ മഹാഗുരുവായ അമ്മ വരെ ഉള്ള മുഴുവൻ ഗുരുപരമ്പരയെയും ഋഷി പരമ്പരയെയും ആദരിക്കുവാൻ, പൂജിക്കുവാൻ നാം ഇന്നേ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, വടകര. നാടിന്റെ വികസനത്തിന് അടിത്തറ പാകിയത് കോൺഗ്രസ് ആണെന്നും ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളും ഭരണകർത്താക്കളും രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി തങ്ങളുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നും MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെക്കമ്പൊയിൽ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തില്ലങ്കേരി വാണിവിലാസം LP സ്കൂളിൽ നടന്ന ഇന്ദിരാഗാന്ധി അനുസ്മരണവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ വികസനത്തിനും ജനങ്ങളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും നടപടികൾ സ്വീകരിച്ചത്. ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളും ഭരണകർത്താക്കളും രാജ്യത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ നിലപാട് സ്വീകരിക്കുന്നവരല്ല, മറിച്ച് അധികാരം നിലനിർത്താൻ രാജ്യത്ത് രാഷ്ട്രീയ കലാപങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നും MLA പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തേക്കമ്പൊയിൽ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഇന്ദിരാഗാന്ധി അനുസ്മരണവും കുടുംബസംഗമവും വാണിവിലാസം LP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഈ പരിപാടിയുടെ 3 പ്രധാനപ്പെട്ട വശങ്ങൾ: ഒന്ന്, ഇന്ദിരാഗാന്ധിയുടെ അനുസ്മരണമാണ്. രാഷ്ട്രത്തിന്റെ പ്രിയങ്കരിയായ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബഹുമാന്യായ പ്രസിഡന്റ് ആയിരുന്നു. ലോകത്തിന്റെ പ്രിയങ്കരിയായിരുന്നു ഇന്ദിരാ പ്രിയദർശിനി എന്ന് നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ ജന്മം 100 വർഷം തികയുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ജന്മശതാബ്ദി
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എല്ലാ ബൂത്തുകളിലും ഇന്ദിരാ കുടുംബ സംഗമങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ചടങ്ങിൽ KPCC നിർവാഹക സമിതി അംഗം KP പ്രഭാകരൻ മാസ്റ്റർ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. DCC വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. A വിനോദ് കുമാർ, KK രാജീവൻ, UC നാരായണൻ, PV മോഹനൻ, PV സുരേന്ദ്രൻ, രാകേഷ് തില്ലങ്കേരി, CV സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചപ്പനിക്ക് പുറമെ ഭീതി വിതച്ച ഷിഗല്ല ബാക്ടീരിയയും ബാക്ടീരിയ ബാധിച്ച കോഴിക്കോട് മരണമെന്ന റിപ്പോർട്ട്. ഇറച്ചിക്കോഴി വിൽപ്പന മന്ത്രി ഐസകുമായി നടത്തിയ ചർച്ചാ പരാജയം. 87 രൂപയ്ക്ക് വിൽപ്പന നടത്താനാവില്ലെന്ന വ്യാപാരികൾ. തിങ്കളാഴ്ച മുതൽ കോഴിക്കച്ചവടക്കാരും സമരത്തിലേക്ക്. GST ചർച്ച പരാജയം. ചൊവ്വാഴ്ചത്തെ കടയടപ്പ് സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന വ്യാപാരികൾ. ഇതോടെ ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. നമസ്കാരം.